നെടുങ്കണ്ടത്ത് അമ്മയും മൂത്ത സഹോദരനെയും കൊന്ന ഇളയ സഹോദരൻ സജിയെ ഇന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ വാർത്തയായിരുന്നു ഈ സംഭവം. നെടുങ്കണ്ടത്തെ പച്ചടിയിലെ തോട്ടുവാക്കടയിലെ മേരിക്കുട്ടി എന്ന 71 വയസ്സുകാരി, അവരുടെ മൂത്ത മകൻ 48 വയസ്സുള്ള റെജിയെയും കഴിഞ്ഞ 10-25 ദിവസമായിട്ട് കാണാനില്ല. ആ സംഭവത്തോടനുബന്ധിച്ച് അവരുടെ മേരിക്കുട്ടിയുടെ ഒരു മകൾ സിനി പോലീസിൽ ഒരു പരാതി കൊടുത്തു. പോലീസ് പരാതി അന്വേഷിച്ച് ഇവിടെ വന്നപ്പോൾ ഇളയ സഹോദരൻ വീട്ടിലുണ്ടായിരുന്നു. അവൻ പിന്നിക്കൂടി ഇറങ്ങി ഓടി പിന്നിലുള്ള വലിയ മലയുടെ അങ്ങോട്ട് ഭാഗത്തേക്കാണ് പോയത്. ഇത് പോലീസിനെ സംശയം ഉണർത്തി. പോലീസ് വീടും പരിസരവും നോക്കിക്കഴിഞ്ഞപ്പോൾ വീടിൻ്റെ പരിസരത്ത് പട്ടിയെ പൂട്ടിയിരിക്കുന്നതിൻ്റെ അടുത്ത കാലത്ത് ഒരു കുഴിയെടുത്ത് അത് മൂടിയിരിക്കുന്നതായി കണ്ടു. സംശയം തോന്നിയ പോലീസ്, നെടുങ്കണ്ടം പോലീസ്, അവിടെ അല്പം മണ്ണ് മാറ്റി നോക്കി. ഒരു പാൻറ്റും ആ പാലിൻ്റെ അടിയിൽ പാൻറ്റിനകത്ത് ഒരു കാൽപാദവും കണ്ടു. പോലീസ് പിന്നെ ഒന്നും ആലോചിച്ചില്ല, കൊലപാതകം തന്നെയെന്ന് നിശ്ചയിച്ചു. അവർ FIR തയ്യാറാക്കി നെടുങ്കണ്ടം പോലീസ് കേസെടുത്തു. റൂറൽ SP-യും DYSP, കട്ടപ്പന DYSP ഒക്കെ സ്ഥലത്ത് വന്നു. കഴിഞ്ഞ ഞായറാഴ്ചയാണ് ഈ സംഭവം. തിങ്കളാഴ്ച ഇന്നലെ പോലീസ് സ്ഥലത്തെത്തി, മണ്ണ് മാറ്റി. അഴുകിയ 2 മൃതദേഹങ്ങൾ, ഒരു പുരുഷൻ്റെയും സ്ത്രീയുടെയും. അത് മേരി കുട്ടി എന്ന 71 വയസ്സുകാരിയുടെയും റെജി എന്ന 48 വയസ്സുകാരൻ്റെയും ആണെന്നറിയാം അവരുടെ വേഷങ്ങൾ കൊണ്ട്. പക്ഷേ ചീഞ്ഞഴുകിയ മൃതദേഹം 10-25 ദിവസമായി മണ്ണിനടിയിലാണ്. ഏതായാലും ഇൻക്വസ്റ്റ് പോലീസ് തയ്യാറാക്കി, 2 ഇൻക്വസ്റ്റ് തയ്യാറാക്കി. മൃതദേഹ അവശിഷ്ടങ്ങളെ അവർ പൊതിഞ്ഞ് അത് ഇടുക്കി പൈനാവിലേക്ക് കൊണ്ടുപോയി ഫോറൻസിക് ലാബറട്ടറിയിൽ ഫോറൻസിക് സയൻസിലെ പോസ്റ്റ്മോർട്ടം ചെയ്യണം. ആളെ ഐഡൻറ്റിഫൈ ചെയ്യണം. അതിൻ്റെ DNA സാമ്പിളുകൾ എടുക്കണം. എന്തായാലും വളരെ ക്രൂരമായ ഒരു കൊലപാതകം. അത് എങ്ങനെയാണ് നടത്തിയതെന്ന് ഇനി വെളിച്ചത്ത് വരണം. ഇളയ സഹോദരൻ സജി മദ്യപിക്കുകയും കഞ്ചാവ് അടിക്കുന്ന ആളാണ്. മൂത്ത സഹോദരൻ റെജി നെടുങ്കണ്ടത്ത് ചില കൂലി വേലയ്ക്കൊക്കെ പോവും, ചില മൈക്ക് സെറ്റിൻ്റെ കൂടെയൊക്കെ പോവും. സജിയും കൂലിപ്പണിക്ക് പോകുന്ന ആളാണ്. കുറച്ച് സ്ഥലമുണ്ട്, കുറച്ച് ഏലം വെച്ചിട്ടുണ്ട്, വരുമാനമുണ്ട്, കൃഷിയിൽ നിന്നുള്ള ചില വരുമാനങ്ങളുമുണ്ട്. അമ്മ മേരിക്കുട്ടി കുറേ നാളുകളായിട്ട് കിടപ്പിലാണ്, അവശതയിലാണ്. ഈ അമ്മയും മൂത്ത മകൻ റെജിയെയും വിളിച്ചിട്ട് സഹോദരി സിനി, മറ്റൊരു സഹോദരിക്കും വിവരങ്ങളൊന്നും ലഭിക്കുന്നില്ല. സഹോദരൻ സജിയെ വിളിക്കുമ്പോൾ അവർ ചികിത്സയ്ക്ക് പോയി, തേനി പോയി, റാന്നി പോയി എന്നൊക്കെ പറഞ്ഞ് ഒഴിവ് നടത്തി. അവർക്ക് സംശയമായി. നാട്ടുകാർ പലരും ഇവരെ കുറച്ച് 10-25 ദിവസമായിട്ട് കാണാനില്ല രണ്ടുപേരെയും. ആ സാഹചര്യത്തിൽ സിനി നെടുങ്കണ്ടം പോലീസ് പരാതി കൊടുത്തു. പോലീസ് ഉടനെ അവിടെ എത്തി. അങ്ങനെയാണ് ഈ സംഭവങ്ങൾ മുഴുവൻ, ഇറങ്ങി ഓടിയ കാര്യങ്ങളും ഒക്കെ പോലീസിനെ സംശയം നന്നായി ഉയർത്തി. അതുകൊണ്ട് അവർ പെട്ടെന്ന് അടുത്ത ദിവസം അവിടെ വന്ന് മാന്തി നോക്കിയപ്പോൾ 2 മൃതദേഹങ്ങൾ ലഭിക്കുകയും ചെയ്തു. ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ട് ഓടിപ്പോയ സജിയെ ഇന്ന് പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന വാർത്ത വന്നു. വീടിനടുത്ത് കാട്ടിലേക്ക് ഓടിപ്പോയി, ആ വഴി മലയിലേക്ക് പോയി എന്ന് കരുതിയിരുന്ന ആൾ ഇന്ന് രാവിലെ മലയിറങ്ങി അയാൾ സ്വന്തമായി നടന്ന് അയാൾ ഒരു മാടക്കടയുടെ മുമ്പിൽ വന്നു. ആ കടയുടെ അവിടെ നിന്ന് ആൾക്കാർ ചോദിച്ചപ്പം താൻ പോലീസിൽ കീഴടങ്ങാൻ പോവുകയാണ്, തനിക്ക് പറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞു. ഏതായാലും പോലീസ് അയാളെ അറസ്റ്റ് ചെയ്തു. ഇയാളുടെ അറസ്റ്റോടുകൂടി മറ്റു ചില വസ്തുതകളും പുറത്തേക്ക് വരികയാണ്. കാരണം 2018 മേരിക്കുട്ടിയുടെ ഭർത്താവ് മാത്യുവിനെ കാണാതെ പോയി. അത് 2018 അതിനെ സംബന്ധിക്കുന്ന ഒരു കേസ് നെടുങ്കണ്ടം പോലീസ് സ്റ്റേഷനിൽ
രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവരത് അന്വേഷിച്ചിട്ട് അൺഡിറ്റക്റ്റഡ് ആയിട്ട് അത് ട്രീറ്റ് ചെയ്ത് അത് ടെമ്പററി ആയിട്ട് ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്നാൽ വീട്ടുകാരെയോ അല്ലെങ്കിൽ സജിയോ ഒന്നും അവർക്ക് നെടുങ്കണ്ടം പോലീസ് സംശയം തോന്നിയിട്ടില്ല ഇതുവരെ. അന്വേഷണം അത്ര കാര്യമായിട്ട് പുരോഗമിച്ചില്ല. അതുകൊണ്ട് അവർ ടെമ്പററി ആയിട്ട് ക്ലോസ് ചെയ്തു. ആൾ മിസ്സിംഗ് ആണ്, എങ്ങോട്ടെങ്കിലും പോയതായിരിക്കും എന്ന് കരുതി. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല സംഭവം. ഈ സംഭവത്തോടു കൂടി ഈ രണ്ടുപേരെയും കൊന്നൊടുക്കിയത് അതും മറവിലേക്ക് പൊക്കോളും, അതേപ്പറ്റിയൊന്നും വലിയ അന്വേഷണം വരില്ല എന്ന് കരുതിയ ഇളയ മകൻ സജി തന്നെ ആയിരിക്കണം പിതാവിനെയും കൊന്നത് എന്ന് കരുതുന്നു. പിതാവിനെ കൊന്നിട്ട് ആ പരിസരത്ത് തന്നെ കുഴിച്ചിട്ടുണ്ടാവും. ആ വിവരം ചിലപ്പോൾ അമ്മയ്ക്കോ അല്ലെങ്കിൽ മൂത്ത സഹോദരനോ അറിയാം. അതിനെ സംബന്ധിച്ച് വീട്ടിൽ വഴക്കുണ്ടാവുമെന്ന് തോന്നുന്നു. നാട്ടുകാരത് പറയുന്നുണ്ട്. ഏത് സമയവും ഇവർ തമ്മിൽ വഴക്കാണ്, അടിപിടിയാണ്, രണ്ടുപേരും മദ്യപിക്കും. അത് സർവ്വസാധാരണമാണ് എന്ന് ചുറ്റുവട്ടമുള്ളവർക്കറിയാം. ആ വഴക്ക് സമയത്ത് സഹോദരിയെയും മറ്റും സഹോദരൻ അടിക്കുകയും മറ്റും ചെയ്തു. അവരും അടിഭയന്ന് ആ വീട്ടിലോട്ട് വരാറില്ല. ആ സിനി തന്നെയാണ് ഒരു പരാതി കൊടുത്തിരിക്കുന്നതും അങ്ങനെ ഈ കൊലപാതകം കണ്ടെത്തിയത്. പിതാവിൻ്റെയും ഒരു കൊലപാതകമാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പോലീസ് ഇനി ഇയാളെ വളരെ വൈദഗ്ധ്യത്തോടു കൂടി ചോദ്യം ചെയ്യണം. അയാൾ ഈ 2 മർഡർ ആൾ ചെയ്തതായിട്ട് കുറ്റം സമ്മതിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇനിയിപ്പോൾ നമുക്കറിയേണ്ടത് ഏത് സാഹചര്യത്തിലാണ് രണ്ടുപേരെയും കൊന്നത്, എങ്ങനെയാണ് രണ്ടുപേരെയും ഒരാൾക്ക് കൊല്ലാൻ സാധിച്ചത്. അതിനകത്ത് മൂത്ത സഹോദരനെ റെജിക്ക് എങ്ങനെയായാലും ആരോഗ്യമുണ്ട്, പണിക്ക് പോകുന്ന ആളാണ്. അയാളെ ഉറക്കത്തിലാണോ ചെയ്തത്, അതെങ്ങനെ കൊന്നു എന്നുള്ള കാര്യങ്ങൾ ഇനി കണ്ടെത്തണം പോലീസ്. അമ്മ കിടപ്പിലാണെന്ന് പറയുന്നത് അതുകൊണ്ട് കൊല്ലാൻ എളുപ്പമായിരിക്കാം. രണ്ടുപേരെയും കൊന്നിട്ട് അവിടെ കുഴിയെടുത്തത് പട്ടിയെ കിട്ടുന്നതിനടുത്താണ്. കടിയം പട്ടിയാണോ നമുക്കറിയില്ല. അങ്ങോട്ടെങ്കിലും ആരെങ്കിലും അന്വേഷിച്ച് വന്നാൽ പട്ടി കുറയ്ക്കുമ്പോൾ ആ ഭാഗത്തേക്ക് എത്തി നോക്കത്തില്ല. അതുകൊണ്ട് ആ കുഴിയെടുത്ത് രണ്ടുപേരെയും നിക്ഷേപിച്ചിരിക്കുന്ന സ്ഥലത്തിന് അതിൻ്റെ അടുത്ത് തന്നെ പട്ടി കാവൽക്കാരനായിട്ടുണ്ട്. അതും ചിലപ്പം സജി ആ രീതിയിൽ ചിന്തിച്ചിട്ടുണ്ടാവും. വളരെ വിദഗ്ധമായ രീതിയിൽ വേണം സജിയെ ക്വസ്റ്റ്യൻ ചെയ്യാൻ. ഇനി നമുക്ക് പിതാവിൻ്റെ കാര്യത്തെപ്പറ്റി ചോദ്യം ചെയ്യണം. സ്വാഭാവികമായിട്ട് അയാൾ ഒഴിയാനാണ് സാധ്യത. പക്ഷേ രണ്ടുപേരെയും കൊന്നിട്ട് കൂളായിട്ടിരിക്കുന്ന ഒരാളെ നമ്മൾ കണ്ടല്ലോ 10-25 ദിവസം ആ വീട്ടിൽ തന്നെയുണ്ട്. അതുകൊണ്ട് പിതാവിനും മരണകാരണം ഇയാൾ തന്നെ ആയിരിക്കാനാണ് സാധ്യത. സജിയും മൂത്ത ജ്യേഷ്ഠൻ റെജിയും കൂടെ വഴക്കും അടിയും ബഹളമൊക്കെ ഉണ്ടാകുന്നത് പിതാവിനെ കൊല ചെയ്തതിൻ്റെ കാരണത്താലായിരിക്കാം. പക്ഷേ പിതാവിനെ എവിടെ കുഴിച്ചിട്ടെന്ന് ചിലപ്പം റെജിക്ക് അറിയാൻ കഴിയില്ല, അമ്മയ്ക്കും ചിലപ്പോൾ അറിയാൻ കഴിയില്ല. പിതാവ് ഇനി എവിടെയെങ്കിലും ഇഷ്ടംപോലെ കാട് അല്ലെങ്കിൽ ഇഷ്ടംപോലെ വനം പോലെ തോന്നുന്ന വീടിൻ്റെ ചുറ്റുവട്ടമുണ്ട്, അവിടെ എവിടെയെങ്കിലും താത്തിട്ടുണ്ടാവും. അതേ സംബന്ധിച്ചായിരിക്കാം ആ വീട്ടിലുണ്ടാകുന്ന വഴക്കെന്ന് ഞാൻ കരുതുന്നു. ഇനിയിപ്പം പോലീസിന് ഈ കേസിൻ്റെ അന്വേഷണം പൂർത്തിയാക്കുന്നതോടൊപ്പം തന്നെ ആ എവിഡൻസുകൾ മുഴുവൻ കളക്ട് ചെയ്തു എങ്ങനെയാണ് കൊന്നതെന്നും ആ കൊല്ലാൻ ഉപയോഗിച്ച വെപ്പണൊക്കെ കസ്റ്റഡിയിലെടുക്കണം. അതിനൊക്കെ ശേഷം അവർക്ക് പിതാവിനെ പറ്റിയുള്ള ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരും. അപ്പം പിതാവിൻ്റെ കടാവർ അല്ലെങ്കിൽ മൃതദേഹാവശിഷ്ടം ആ കോമ്പൗണ്ടിൽ തന്നെ ഉണ്ടോ എന്ന് കണ്ടെത്തണം. ഈ പ്രതി സജി അത് പറഞ്ഞില്ലെങ്കിൽ, ആ കുറ്റം തനിക്കറിയില്ല എന്ന് പറഞ്ഞാണ് നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ കടാവർ ആ പരിസരത്ത് അവരുടെ വീടിൻ്റെ പരിസരത്ത് ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കണം. കടാവർ സ്ക്വാഡിൻ്റെ സേവനം ലഭ്യമാണെങ്കിലും അത് എത്രത്തോളം സക്സസ്ഫുൾ ആകുമെന്ന് തോന്നുന്നില്ല. കാരണം അത് 8 വർഷം മുമ്പാണ് പിതാവ് മിസ്സായിരിക്കുന്നത്. 8 വർഷം മുമ്പത്തെയുള്ള ഒരു കൊലപാതകം എന്ന് സംശയിക്കുന്ന ആളെ കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ അവിടെ അത് മണ്ണോട് മണ്ണ് അടിഞ്ഞിട്ടുണ്ടാവും. അതുകൊണ്ട് കടാവറിൻ്റെ സ്മെല്ല് കിട്ടാനായി പട്ടിക്ക് സാധ്യത കുറവാണ്. അതുകൊണ്ട് പട്ടിയുടെ സേവനം കൊണ്ട് കിട്ടാനുള്ള സാധ്യത വളരെ കുറവായിട്ടാണ് തോന്നുന്നത്. എങ്കിലും കടാവർ ഡോഗിൻ്റെ സേവനം ലഭ്യമാക്കുന്നത് നല്ലതാണ്. ആ ഏരിയ മുഴുവൻ വീടിൻ്റെ പരിസരവും മുഴുവൻ അവരുടെ കൈവശമുള്ള സ്ഥലത്തിൽ
മുഴുവൻ പരിശോധിക്കുന്നത് നല്ലതാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ മൂന്നാമത്തെ ആളെ കണ്ടെത്താൻ കഴിയുള്ളൂ. മിക്കവാറും ഇപ്പം 2 പേരെ കൊന്നു, ഒരാളെ കൊന്നിട്ടൊന്നും സംഭവിച്ചില്ല എന്ന് കരുതുന്ന ഒരാൾക്ക് ഇപ്പം 2 പേരെ കൊല്ലാൻ മടിയുണ്ടാവില്ല, പിടിക്കപ്പെടില്ല എന്ന് കരുതിയാണ്. അയാൾ ഇപ്പം പറഞ്ഞ നാട്ടുകാരെടുത്ത് മലയിൽ നിന്നിറങ്ങി വന്ന് പോലീസ് കീഴടങ്ങാൻ വന്നപ്പം പറ്റിപ്പോയി എന്ന് പറയുന്നത് എന്തർത്ഥത്തിലാണെന്ന് പിടികിട്ടുന്നില്ല. ഇയാൾ സ്ഥിരമായിട്ട് മദ്യപാനിയും അതോടൊപ്പം തന്നെ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആളുമാണ്. മനസ്സും ചിന്തയൊക്കെ കൂടെ മാറും. ഏതായാലും സഹോദരൻ്റെ ആ പിതാവിൻ്റെ മരണം എങ്ങനെ സംഭവിച്ചു എന്ന് പറയാൻ ഇനി ഈ സജി എന്ന് പറഞ്ഞ ആൾ ബാധ്യസ്ഥനാണ്. വരും ദിവസങ്ങളിൽ അയാൾ അത് വെളിപ്പെടുത്താനുള്ള സാധ്യത കൂടുതലുണ്ട്. പോലീസ് വളരെ വൈദഗ്ധ്യത്തോടുകൂടിയും വളരെ തന്മയത്വത്തോടു കൂടിയും നല്ല രീതിയിൽ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു സംഭവത്തിന് ഉത്തരം അയാൾ പറയേണ്ടി വരും. എന്ത് സംഭവിച്ചു പിതാവിനെന്ന് കൃത്യമായി അയാൾക്ക് പറയാൻ സാധിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്.